ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചുവടെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതെന്നാണ്? ഒന്നാം വർഗ ഉത്തോലകം ഏതാ? കത്രിക, വീൽബാരോ, പാക്കുവെട്ടി, ചവണ. ഇതിൽ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് കത്രികയാണ്. അപ്പോൾ കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി വേറെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ ചോദിക്കുവാണെങ്കിൽ സീസോ ഒന്നാം വർഗ ഉത്തോലകമാണ്. അതുപോലെ തന്നെ പ്ലെയർ അത് ഒന്നാം വർഗ ഉത്തോലകമാണ്. അപ്പോൾ കത്രിക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്നാം വർഗ ഉത്തോലകമാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സൂര്യതാപം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെ. ശൂന്യതയിലൂടെ താപം സഞ്ചരിക്കുന്ന രീതിയാണ് വികിരണം. വാതകങ്ങളിലൂടെയുള്ള താപപ്രസരണ രീതിയാണ് ചാലനം. ദ്രാവകങ്ങളിലൂടെയുള്ള താപപ്രസരണമാണ് സംവഹനം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. സൂര്യതാപം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ സൂര്യതാപം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ്. ശൂന്യതയിലൂടെ താപം സഞ്ചരിക്കുന്ന രീതിയാണ് വികിരണം. അതും ശരിയാണ്. അടുത്തത് അത് ശരിയാണ് കേട്ടോ. വാതകങ്ങളിലൂടെയുള്ള താപപ്രസരണ രീതി ചാലനം എന്ന് പറയുന്നത് തെറ്റാണ്. ഖരവസ്തുക്കളിലൂടെയൊക്കെയുള്ള താപപ്രസരണ രീതിയാണ് ചാലനം. വാതകങ്ങളിലൂടെയുള്ള താപപ്രസരണ രീതി എന്ന് പറയുന്നത് സംവഹനം അല്ലെങ്കിൽ വികിരണമാണ്. അപ്പം സി എന്നുള്ളത് തെറ്റാണ്. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് ആൻസർ. ദ്രാവകങ്ങളിലൂടെയുള്ള താപപ്രസരണമാണ് സംവഹനം. ശരിയാണ്. ഓക്കെ, ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ഒക്കെ സംവഹനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രസരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ് വരിക. ആൻസർ സി ആണ്. അടുത്തത് അടിസ്ഥാന അളവുകൾ, അവയുടെ യൂണിറ്റുകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ദ്രവ്യ പരിണാമം, അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മോൾ. പ്രകാശ തീവ്രത ക്യാൻഡില. ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ. ഇതിൽ ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ദ്രവ്യ പരിണാമം എന്ന് പറയുന്നത് മോൾ എന്ന് പറയുന്നത് ശരിയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡിലയാണ്. എന്നാൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് കെൽവിനാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് തെറ്റാണ്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്, അത് ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ പ്രതലബലത്തിന് ഉദാഹരണമല്ലാത്തത് പ്രവർത്തനം ഏതാണ്? പ്രതലബലത്തിന് ഉദാഹരണമല്ലാത്ത പ്രവർത്തനം ഏതാണ്? അപ്പം നമ്മുടെ SCRT-യിൽ കറക്റ്റായിട്ട് പ്രതലബലവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതലബലത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത്, ദ്രാവകത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നത്, കുഴലിലൂടെ ദ്രാവകം സ്വാഭാവികമായി ഉയരുന്നത്, ഗ്ലാസ്സിലെ വെള്ളത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രതലബലത്തിന് ഉദാഹരണമല്ലാത്ത പ്രവർത്തനം ഏത്? ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്താണ്? പ്രതലബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് മാറ്റി ചോദിക്കാം. പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് ഏത് ബലം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ആൻസർ പ്രതലബലമാണ്. അടുത്തത് ദ്രാവകത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നത് പ്രതലബലമാണ്. ഇനി കുഴലിലൂടെ ദ്രാവകം സ്വാഭാവികമായി ഉയരുന്നത്, അത് പ്രതലബലമല്ല, അതിൻ്റെ പേര് കേശികത്വം എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പം ഇതിന് ഉദാഹരണമല്ല, പ്രതലബലത്തിന് ഉദാഹരണമല്ല കുഴലിലൂടെ ദ്രാവകം സ്വാഭാവികമായി ഉയരുന്നത്. ഗ്ലാസ്സിലെ വെള്ളത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കുന്നത് പ്രതലബലത്തിന് ഉദാഹരണം ആണ്. അപ്പോൾ ആൻസർ സി ആണ് വരിക. സി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് ഏതാനും ചലനങ്ങൾ ചുവടെ നൽകുന്നു. മാമ്പഴം ഞെട്ടറ്റു വീഴുന്നു, ലിഫ്റ്റിന്റെ ചലനം, തൂക്കുവിളക്കിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം. ദോലന ചലനത്തിന് ഉദാഹരണം ഏത്? ദോലന ചലനം എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ പോയിന്റിനെ ആധാരമാക്കി ഇങ്ങോട്ടും നമ്മുടെ ഊഞ്ഞാലിൻ്റെ ചലനമല്ലേ, ഊഞ്ഞാലിൻ്റെ ചലനം കണക്കുള്ള ചലനമാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ദോലനത്തിന് ഉദാഹരണങ്ങൾ നോക്കാം. മാമ്പഴം ഞെട്ടറ്റു വീഴുന്നു എന്ന് പറയുന്നത് അത് ദോലനമല്ല, അത് നേർരേഖ ചലനമാണ്. ലിഫ്റ്റിന്റെ ചലനവും നേർരേഖ ചലനമാണ്. തൂക്കുവിളക്കിന്റെ ചലനം ദോലനമാണ്.
ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. അപ്പോൾ ഇവിടെ ആൻസർ 3ഉം 4ഉമാണ് ഉദാഹരണമായിട്ട് വരിക. ആൻസർ ബി ആണ് വരിക. അടുത്തത് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രേക്ഷണമാണ്? തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രേക്ഷണമാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ചാലനം, വികിരണം, സംവഹനം, അതിചാലത എന്നാണ് വരുന്നത്. ചാലനം എന്ന് പറയുന്നത് ഖരവസ്തുക്കളിലാണ് വരിക, അപ്പം അത് വരത്തില്ല. പിന്നെ വികിരണം, സംവഹനമാണ് ഉള്ളത്. അതിനകത്ത് ആൻസർ വരുന്നത് വികിരണമാണ്. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് വികിരണമാണ്. അതുപോലെ തന്നെ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചാലും അതും വികിരണമാണ്. ഓക്കെ, ഇൻക്യുബേറ്ററിൽ എന്താണ്? വികിരണമാണ്. അടുത്തത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്, അതും വികിരണമാണ്. ഓക്കെ, സൂര്യൻ്റെ ചൂട്, അതെല്ലാം എന്താണ്? വികിരണമാണ്. ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പര്യവേക്ഷണ വാഹനം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താ? ശിവശക്തി പോയിന്റ്, തിരങ്ക പോയിന്റ്, ഭാരത് പോയിന്റ്, ISRO പോയിന്റ്. ആൻസർ വരുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3 പര്യവേഷണ വാഹനം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ഒരു ദർപ്പണത്തിൻ്റെ പതനകോൺ 35 ഡിഗ്രി ആയാൽ അതിൻ്റെ പ്രതിപതന കോൺ എത്രയാണ്? അപ്പോൾ ഒരു ദർപ്പണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ദർപ്പണത്തിൻ്റെ പതനകോൺ, ഇപ്പോൾ ഒരു പതനകോൺ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 35 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പതനകോൺ, ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു ലംബമായിട്ട് വരച്ചാൽ ഇതാണ് 35 ഡിഗ്രി പറയുക. ഓക്കെ, ഇത്രയും ഭാഗം 35 ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗം എത്രയായിരിക്കും എന്നാണ്. സെയിം കോണുള്ളത് തന്നെ ആയിരിക്കും. അത് എത്രയായിരിക്കും? 35 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് സംക്രമണ മൂലകങ്ങളുടെ പ്രധാന എല്ലാ പൊതുഗുണങ്ങളും കാണിക്കാത്ത കപട സംക്രമണ മൂലകങ്ങൾ ഉദാഹരണങ്ങൾ ഏവ? അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയാം, ഗ്രൂപ്പ് ഡി എലമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കാത്ത കപട സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതാണെന്നാണ്. സിങ്ക്, മെർക്കുറി ആണ് ഇതിന് ഉദാഹരണം. സിങ്ക്, മെർക്കുറി. ഞാൻ ഓപ്ഷൻസ് വായിച്ചില്ല. ഇത് സിങ്ക്, മെർക്കുറിയാണ് കപട സംക്രമണ മൂലകങ്ങളെന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് വിവിധ രാസപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങൾ ചുവടെ നൽകുന്നു. സമ്പർക്ക പ്രക്രിയ വനേഡിയം പെൻഡോക്സൈഡ്, ഹേബർ പ്രക്രിയ സ്പോഞ്ചി അയൺ, വനസ്പതി നിർമ്മാണം നിക്കൽ. ഇതിൽ ശരിയായ ജോഡികൾ ഏവ? അപ്പോൾ ഓരോ പ്രക്രിയയും അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു പ്രക്രിയയെ കുറച്ച് സ്പീഡാക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഉൽപ്രേരകങ്ങളും നോക്കിയിട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് നോക്കാം. സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത് വനേഡിയം പെൻഡോക്സൈഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ് ആണ്. അപ്പോൾ അത് ശരിയാണ്. ഹേബർ പ്രക്രിയ സ്പോഞ്ചി അയണാണ്, ശരിയാണ്. വനസ്പതി നിർമ്മാണം നിക്കൽ. അപ്പോൾ ഇത് 3ഉം ശരിയാണ്. ഇവിടെ ആൻസർ വരിക 1ഉം 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് വരിക. അടുത്തത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏത്? ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏത്? മോണോസൈറ്റ്, ഇൽമനൈറ്റ്, റൂട്ടൈല്, കാൽസിറ്റൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇൽമനൈറ്റ് ആണ് കേട്ടോ. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. മോണോസൈറ്റിനെ പറ്റി ചൂടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മോണോസൈറ്റിനെ പറ്റി ചൂടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം. മോണോസൈറ്റിനെ പറ്റി ചൂടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം. നിയോഡിമിയം ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തു. സീറിയം ലോഹത്തിലെ ധാതുവും മോണോസൈറ്റാണ്. മോണോസൈറ്റിൽ നിന്നും യുറേനിയം വേർതിരിക്കുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് മോണോസൈറ്റിൽ നിന്നും തോറിയം വേർതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതൊന്നുകൂടെ വായിച്ചു നോക്കണം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം ഏതാണ്? ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ സ്വയം കത്തുന്ന ഒരു വാതകമാണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രജൻ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലാലിയിൽ നിന്നും ആദേശം ചെയ്യുന്നു.
ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു. ക്രിയാശീലം കുറഞ്ഞ ലോഹ അയണിന് നിരോക്സീകരണം സംഭവിക്കുന്നു. ആദേശ രാസപ്രവർത്തനങ്ങൾ നിരോക്സീകരണ പ്രവർത്തനങ്ങൾ ആണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലാലിയിൽ നിന്നും ആദേശം ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണം സംഭവിക്കുന്നു. ശരിയാണ്. ക്രിയാശീലം കുറഞ്ഞ ലോഹ അയോണിന് ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. ഇത് മൂന്നും ശരിയാണ്. ആദേശ രാസപ്രവർത്തനങ്ങൾ നിരോക്സീകരണ പ്രവർത്തനങ്ങളല്ല, ഓക്സീകരണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, രാസവസ്തുക്കളെ ഓക്സീകരിക്കാൻ, ലോഹ ശുദ്ധീകരണം. ഇതിൽ വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങൾ ഉൾപ്പെടാത്തത് രാസവസ്തുക്കൾ ഓക്സീകരിക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ പ്രായോഗിക ഫലമല്ല എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് വിവിധ ലോഹങ്ങൾ, അയിരുകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹേമറ്റൈറ്റ്, സിങ്ക് കലാമിൻ, ചെമ്പ് ഗലീന. ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏവ എന്നാണ്. അലുമിനിയത്തിന്റെ പ്രധാന ഒരു അയിരാണ് ഇത് ബോക്സൈറ്റ്. ശരിയാണ്. ഇരുമ്പ് ഹേമറ്റൈറ്റ് ആണ്. ശരിയാണ്. സിങ്ക് കലാമിനാണ്. ചെമ്പ് അല്ല ഗലീന, ലെഡാണ് ഗലീന. ലെഡാണ് ഗലീന. ഓക്കെ, അപ്പോൾ ചെമ്പല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൽ ശരിയായ ജോഡി 1, 2, 3 ആണ്. 1, 2, 3. ആൻസർ എ ആണ് ആൻസർ വരും. അടുത്തത് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം, ഫാരഡ്, ന്യൂട്ടൺ, വാട്ട്. ഇതിനകത്ത് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. കൂളോം. വൈറസുകളുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു. ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടന. ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവും. ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആതിഥേയ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല. ഇതിൽ ശരിയായവ ഏതെല്ലാം? വൈറസുകളുടെ ഏതാനും സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ശരിയായിട്ടുള്ളത് നോക്കാം. ഓക്കെ, ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടന എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവും. തെറ്റാണ്. ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ശരിയാണ്. ആതിഥേയ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല. ശരിയാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക. ചുവടെ പറയുന്നവയിൽ ജനിതകമാറ്റം വരുത്തിയ ജീവികളിലൂടെ കൈവരിച്ച നേട്ടങ്ങൾ ഏവ? ചുവടെ പറയുന്നതിൽ ജനിതകമാറ്റം വരുത്തിയ ജീവികളിലൂടെ കൈവരിച്ച നേട്ടങ്ങൾ ഏവ? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാവുന്ന വിളകളുടെ ഉൽപ്പാദനം. രാസകീടനാശിനികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. സസ്യങ്ങളിൽ ധാതുക്കളുടെ ഉപയോഗക്ഷമത വർദ്ധിച്ചു. ആഹാരത്തിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായി. ഇതിനകത്ത് ജനിതകമാറ്റം വരുത്തിയ ജീവികളിലൂടെ കൈവരിച്ച നേട്ടങ്ങളാണ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുക. പ്രതികൂല സാഹചര്യങ്ങളുടെ അതിജീവിക്കാവുന്ന വിളകളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ജനിതകമാറ്റം വഴി എന്ത് ചെയ്യാൻ പറ്റി? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാവുന്ന വിളകൾ എന്ത് ചെയ്യാൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ശരിയാണ്. രാസകീടനാശിനികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. അതും ശരിയാണ്. സസ്യങ്ങളിൽ ധാതുക്കളുടെ ഉപയോഗക്ഷമത വർദ്ധിച്ചു. ശരിയാണ്. ആഹാരത്തിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായി. ശരിയാണ്. ഇവിടെ 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം ശരിയാണ്. ആൻസർ വരിക ബി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം. അടുത്തത് ഒരു ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞു കൊഴുപ്പിൻ്റെയും പ്രോട്ടീനിൻ്റെയും സംരക്ഷണ പാളി ഏത്? ഒരു ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും സംരക്ഷണ പാളി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് മൈലിൻ ഷീറ്റാണ്. മൈലിൻ കവചമാണ്. ചുവന്ന ഡേറ്റ ബുക്കിലെ പച്ച പേജുകളിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. ചുവന്ന ഡേറ്റ ബുക്കിലെ പച്ച പേജുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഓരോന്നായിട്ട് നോക്കാം. വംശനാശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ളതും വിശാലമായ വിതരണം ആസ്വദിക്കുന്നതുമായ ജീവിവർഗങ്ങളുടെ പട്ടിക. രണ്ടാമത്തത് വംശനാശത്തിൻ്റെ വക്കിലുള്ള ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക. മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവയും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവിവർഗങ്ങളുടെ പട്ടിക. സമീപഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവിവർഗങ്ങളുടെ പട്ടിക. ഇതിൽ ചുവന്ന ഡേറ്റ ബുക്കിലെ പച്ച പേജുകൾ അടങ്ങിയിരിക്കുന്നത് എന്താണ്?
മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവയും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവിവർഗങ്ങളുടെ പട്ടികയാണ് പച്ച പേജുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചില പ്രത്യേകതരം ആന്റിജനോടുള്ള അമിത പ്രതികരണമാണ് അലർജി. അലർജി ഉണ്ടാകുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബിൻ ഇ വിഭാഗത്തിൽപ്പെട്ട ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. യോജക കലയിലെ മാസ്റ്റ് കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് അലർജിക്ക് കാരണം. അലർജി ബാധ ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് അലർജി ബാധ ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ശരിക്കും ആൻറ്റി ഹിസ്റ്റാമിനുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നുകൂടി ഞാൻ വായിക്കാം. ചില പ്രത്യേകതരം ആന്റിജനോടുള്ള അമിത പ്രതികരണമാണ് അലർജി. അലർജി ഉണ്ടാകുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബിൻ ഇ വിഭാഗത്തിൽപ്പെട്ട ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. യോജക കലയിലെ മാസ്റ്റ് കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് അലർജിക്ക് കാരണം. ഇത്രയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, ആസ്പിരിൻ ഏത് ഇനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു? ആസ്പിരിൻ എന്ന് പറയുന്നത് അനാൽജസിക് ആണ്. ആസ്പിരിൻ എന്താണ്? അനാൽജസിക്കുകളാണ്. അടുത്തത്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏവ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏവ? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ന്യൂട്രോഫിൽ മോണോസൈറ്റ്, ന്യൂട്രോഫിൽ ബേസോഫിൽ, ന്യൂട്രോഫിൽ ലിംബോസൈറ്റ്. ആൻസർ വരുന്നത് ന്യൂട്രോഫിൽ മോണോസൈറ്റ് ആണ്. ന്യൂട്രോഫിൽ മോണോസൈറ്റ്. ഏതാനും അളവുകൾ ചുവടെ നൽകുന്നു. പ്രവേഗം, ബലം, പ്രവൃത്തി, സമയം. ഇതിൽ സദിശ അളവുകൾ ഏതെല്ലാം? സദിശ അളവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ്. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് പ്രവേഗം എന്താണ്? ഒരു സദിശ അളവാണ്. ബലം ഒരു സദിശ അളവാണ്. പ്രവൃത്തി സദിശ അളവാണ്. ഇനി സമയം എന്ന് പറയുന്നത് നമ്മൾ ദിശ ചേർത്തൊന്നും പറയാറില്ല, അപ്പോൾ അതൊരു അദിശ അളവാണ്. അപ്പോൾ 1, 2, 3 എന്താണ്? സദിശ അളവുകളാണ്. ആൻസർ ബി ആണ്. ഏതാനും താപപ്രേഷണ രീതികൾ ചുവടെ നൽകുന്നു. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, സൂര്യതാപം ഭൂമിയിൽ എത്തുന്നത്, ലോഹത്തിന്റെ താപപ്രസരണം. ഇതിൽ വികിരണത്തിലൂടെയുള്ള താപപ്രസരണത്തിന് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് വികിരണമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണമാണ്. സൂര്യതാപം ഭൂമിയിൽ എത്തുന്നത് വികിരണമാണ്. ലോഹത്തിലൂടെയുള്ള താപപ്രസരണം വികിരണമല്ല, അത് ചാലനമാണ്. 1, 2, 3 ആണ് ശരിയായിട്ട് ഉള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ചുവടെ പറയുന്നതിൽ ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമങ്ങളിൽ കൂടുതൽ വേഗത്തിൽ നിന്നും കുറഞ്ഞ വേഗത്തിലേക്ക് എന്നുള്ള ശരിയായ ക്രമം ഏത്? ശബ്ദം സഞ്ചരിക്കുന്നതിൽ കൂടുതൽ വേഗത്തിൽ നിന്നും കുറഞ്ഞ വേഗത്തിലേക്കുള്ള ശരിയായ ക്രമം ഏത്? അപ്പം ശരിക്കും ശബ്ദം ഖര വസ്തുക്കളിൽ എന്താണ്? വേഗം കൂടുതലാണ്. അത് കഴിയുമ്പോൾ ദ്രാവകത്തിലേക്ക് വരുമ്പോൾ പിന്നെയും കുറയും. വാതകത്തിലേക്ക് ശബ്ദത്തിന്റെ വേഗത നല്ലപോലെ കുറയും. അപ്പോൾ ആൻസർ ഖരം, ദ്രാവകം, വാതകം എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ വേഗത്തിന് കൂടുതൽ നിന്നും കുറവിലേക്ക്. ഖരം, ദ്രാവകം, വാതകം. അടുത്തത്, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ എന്നിവയെ ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏത്? സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏത്? -40 ആണോ, -20 ആണോ, -17 ആണോ, -31 ആണോ? ആൻസർ -40 ആണ്. -40 സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവാണ്. അടുത്ത, വൈറ്റമിൻ കെയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? ചെറുകുടൽ, കരൾ, വൻകുടൽ, പ്ലീഹ. ആൻസർ വൻകുടലിലാണ് വൈറ്റമിൻ കെയുടെ ആഗിരണം നടക്കുന്നത്. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏത്? നാരുകല, സ്നായുക്കൾ, ടെൻഡനുകൾ, പേശികല. ആൻസർ നാരുകലയാണ്. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? നാരുകല. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഹൃദയത്തിന്റെ ഭാഗം ഏത്? പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഹൃദയത്തിന്റെ ഭാഗം ഏത്? സൈനോ ഏട്രിയൽ നോഡ്, വലത് ഏട്രിയം, ഇടത് ഏട്രിയം, പെരിക്കാർഡിയം. ഇതിനകത്ത് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്ന ഹൃദയത്തിന്റെ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. ഏതാണ്? സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന ലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന
രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രോഗമാണ് പ്രമേഹം. അമിതവണ്ണം, അമിതഭാരം എന്നിവയുള്ളവർക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം. ശരിയാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. തെറ്റാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രോഗമാണ് പ്രമേഹം. ശരിയാണ്. അമിതവണ്ണം, അമിതഭാരം എന്നുള്ളവർക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ്. ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ആൻസർ 120/80 മില്ലിമീറ്റർ മെർക്കുറി എന്നാണ് കേട്ടോ. 120/80 മില്ലിമീറ്റർ മെർക്കുറി. മരുന്നുകളുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മരുന്നുകൾ ഏത് സമയത്ത് കഴിച്ചാലും കുഴപ്പമില്ല. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ മരുന്ന് ദിവസവും ഒരു കൃത്യസമയത്തു തന്നെ കഴിക്കണം. അപസ്മാരത്തിന്റെ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നതിന് മുൻപ് തന്നെ നിർത്താനാവും. മരുന്നുകളുടെ ഡോസിൽ സ്വയം മാറ്റം വരുത്താം. ഇതിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. മരുന്നുകൾ ഏത് സമയത്ത് കഴിച്ചാലും കുഴപ്പമില്ല. ശരിയാണോ? തെറ്റാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ മരുന്ന് ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ കഴിക്കണം. ശരിയാണ്. അപസ്മാരത്തിന്റെ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മുൻപ് തന്നെ നിർത്താനാവും. തെറ്റാണ്. മരുന്നുകളുടെ ഡോസിൽ മാറ്റം വരുത്താം. അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക. അടുത്തത് ഏതാനും വിറ്റാമിനുകൾ ചുവടെ നൽകുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? ഇതിനകത്ത് അടയ്ക്ക് കൊഴുപ്പുണ്ടെന്നാണ് നമ്മൾ പഠിക്കുക. അടക്ക്, എ ഡി ഇ കെ, അടക്ക്. ഓക്കെ, അടക്ക് എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അപ്പോൾ ഇതിനകത്ത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും. 1ഉം 4ഉമാണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് വൈറ്റമിൻ സിയെ പറ്റി ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അസ്കോർബിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. പുളിപ്പുള്ള പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. അപര്യാപ്തത രോഗത്തിന് കാരണമാകുന്നു. ഇതിൽ വൈറ്റമിൻ സിയെ പറ്റി പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. വൈറ്റമിൻ സിയുടെ രാസനാമമാണത് അസ്കോർബിക് ആസിഡ്. പുളിപ്പുള്ള പഴങ്ങളിൽ കാണപ്പെടുന്നു. ഓറഞ്ച് അങ്ങനെയുള്ള പഴങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലുള്ള അതാണ് ഇത് വൈറ്റമിൻ സി. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. രക്തം കട്ടപിടിക്കാനാണെങ്കിൽ വൈറ്റമിൻ കെ. അടുത്തത് ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ശരിയാണ്. അപര്യാപ്തത കണരോഗത്തിന് കാരണമാകുന്നു. തെറ്റാണ്. കണരോഗത്തിന് കാരണമാകുന്നു വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തതയാണ് കണരോഗത്തിന് കാരണമാകുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏത്? സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏത്? ഹിഗ്സ് കണം, മീസോണുകൾ, ആന്റി ന്യൂട്രിനോ, പോസിട്രോണുകൾ. ഇതിനകത്ത് കണികകൾക്ക് മാസ് നൽകുന്നത് ഹിഗ്സ് കണമാണ്. താഴെ പറയുന്നതിൽ ദിബന്ധന തന്മാത്ര ഏതാണ്? ദിബന്ധന തന്മാത്ര ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഫ്ലോറിൻ. ഇതിനകത്ത് ദിബന്ധനമുള്ളത് ഓക്സിജനാണ്. O2 എന്നല്ലേ പറയാം, ഓക്സിജൻ. അടുത്തത് ചുവടെ പറയുന്നതിൽ ഭൗതിക മാറ്റം അല്ലാത്തത് ഏത്? ഭൗതിക മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഭൗതിക മാറ്റം. രാസമാറ്റം എന്ന് വെച്ചാൽ രാസപരമായിട്ട് എന്ത് ചെയ്യണം? മാറുവാണ്. പിന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ തിരിച്ച് അതിലേക്ക് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നമുക്ക് മെഴുകുരുകുന്നത്, കുപ്പി പൊട്ടുന്നത്, പേപ്പർ കത്തുന്നത്, പേപ്പർ ചുരുട്ടുന്നത്. ഇതിനകത്ത് ഭൗതിക മാറ്റം അല്ലാത്തത് ഏതെന്നാണ്? മെഴുകുരുകുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. കുപ്പി പൊട്ടുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. പേപ്പർ കത്തുന്നത് രാസമാറ്റമാണ്. പേപ്പർ ചുരുട്ടുന്നത് ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ജലത്തെ പറ്റി ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്നു. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നു. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് മഴവെള്ളം. ഇതിൽ ജലത്തെപ്പറ്റി പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണമല്ല, അത് ബാഷ്പീകരണമാണ്. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണവും ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് തെറ്റ്. അടുത്ത, ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് മഴവെള്ളം. ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. വിവിധ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? മോര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, പുളി മാലിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്. ഇതിനകത്ത് ഓരോന്നായിട്ട് നോക്കാം. മോര് ലാക്റ്റിക് ആസിഡ് ശരിയാണ്. വിനാഗിരി അസറ്റിക് ആസിഡ് ശരിയാണ്. പുളി മാലിക് ആസിഡ് അല്ല, ടാർട്ടാറിക് ആസിഡ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. നാരങ്ങ സിട്രിക് ആസിഡ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ഹൈഡ്രജനെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. കത്തുന്ന വാതകത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തിന് പേരു നൽകിയത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജനെ പറ്റിയുള്ള പ്രസ്താവനകൾ നോക്കുകയാണ്. അതിനകത്ത് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. കത്തുന്ന വാതകത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ. ശരിയാണ്. ഹൈഡ്രജനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. ശരിയാണ്. ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. പ്രസ്താവന എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ചുവടെ പറയുന്ന ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ലോഹത്തെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാവുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനം. ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ലോഹത്തെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാവുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ശരിയാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. അതും ശരിയാണ്. ഇനി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ശരിയാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനം. ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം, കേശിക ബലം, പ്രതലബലം, അഡ്ഹീഷൻ ബലം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം. ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്രയാണ്? ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്ര? 764 വാട്ട്, 746 വാട്ട്, 467 വാട്ട്, 647 വാട്ട്. ആൻസർ 746 വാട്ടാണ്. അടുത്തത്, സ്പൈറൽ ട്യൂബുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ? സ്പൈറൽ ട്യൂബുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ? എക്സ്റേ, അൾട്രാവയലറ്റ്, അൾട്രാസോണിക്, ഇൻഫ്രാറെഡ്. അപ്പോൾ ആൻസർ വരുന്നത് അൾട്രാസോണിക് ആണ്. ഇപ്പോൾ സ്പൈറൽ ട്യൂബുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണം ഏത്? ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ, ക്ലാമ്പ് അമ്മീറ്റർ, റിയോസ്റ്റാറ്റ്, ഗാൽവനോമീറ്റർ. ആൻസർ റിയോസ്റ്റാറ്റ് ആണ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ സയൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം SCRT ഫാക്റ്റുകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.